അപ്പൊ ഈ ധോനിയൊക്കെ അഭിനയിച്ച് നിൽക്കുന്നതിന്റെ ആ ഒരു ടൈമിൽ പ്രേം നസീറിന് സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോ ഏകദേശം പുതിയ തലമുറയൊക്കെ വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ ആൾക്കാരെ വെച്ച് സംവിധാനം ചെയ്യണം, ഒരു ഡയറക്ടർ ആവണം എന്നുള്ളത്. കാരണം അദ്ദേഹം അതുവരെ എത്രയോ സിനിമകൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഒരേ ഒരു നടിയുടെ കൂടെ, ഷീലയുടെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തു. 85-90 നടിമാരുടെ കൂടെ നായികയായി. അത് ഒരുപാട് റെക്കോർഡുകളുണ്ട് പ്രേം നസീറിന്റെ. അപ്പോൾ അദ്ദേഹം പക്ഷെ അതുവരെ ഒരു സംവിധാനം ഒന്നും ചെയ്തിരുന്നില്ല. നമുക്കിപ്പോൾ ഇന്നറിയുന്ന ഒരുപാട് നടന്മാർ കുറച്ച് സിനിമകൾ അഭിനയിക്കുമ്പോൾ തന്നെ സംവിധാനം ചെയ്യുന്നുണ്ട്. അവർ അഭിനയത്തോടൊപ്പം തന്നെ സംവിധാനവും നിർമ്മാണവും തിരക്കഥയും. പക്ഷെ പ്രേം നസീർ അതൊന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹം നടനായി തന്നെയായിരുന്നു നിന്നത്. അങ്ങനെ അദ്ദേഹം സിനിമ പ്ലാൻ ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഒരു സിനിമ മമ്മൂട്ടിയെ നായകനാക്കി, ഒരു സിനിമ മോഹൻലാലിനെ നായകനാക്കി. ഇങ്ങനെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തത് മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി ഡെന്നീസ് ജോസഫും, മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസനും. അപ്പോൾ ഇവരെല്ലാവരെയും പോയി കണ്ടു. ആദ്യം തന്നെ മമ്മൂട്ടിയെ പോയി കണ്ടു, മോഹൻലാലിനെ പോയി കണ്ടു. രണ്ടുപേരും ഓക്കെ, നസീർ സാറിന് വേണ്ടി ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും തരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു.